Hello friends, welcome back to my YouTube channel. ഞാനിപ്പോൾ എത്തിയേക്കുന്നത് വെയിറ്റ് ലോസ് ജേണീൻ്റെ തേർഡ് പാർട്ടുമായിട്ടാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോസ് ഫസ്റ്റ് വെയിറ്റ് ലോസ് ജേണി പിന്നെ അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ രണ്ട് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ലിങ്ക് ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് അതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കാണുക. ഇതിൽ ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത് ഞാൻ എങ്ങനെ വെയിറ്റ് എന്ന് വെച്ചാൽ ഞാൻ കൂടുതലായിട്ടും കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വെയിറ്റ് കുറയും പിന്നെ അതുപോലെ വെയിറ്റ് കയറും. വെയിറ്റ് നമ്മൾ എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് വെയിറ്റ് എക്സസൈസ് ഡയറ്റ് കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ വെയിറ്റ് കുറയും. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ വെയിറ്റ് കയറും. അങ്ങനെ വെയിറ്റ് കയറുന്നതാണ് അതാണ് നമ്മുടെ. പിന്നെ ചിലവർ പറയുന്നത് കേൾക്കാം വെയിറ്റ് കുറയ്ക്കുന്നതിനേക്കാളും പാടാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാന്നൊക്കെ പറയുന്നത് കേൾക്കാം. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അതെല്ലാവർക്കും എല്ലാവരും അല്ല മിക്ക ആൾക്കാരും അനുഭവിച്ചതും അവർക്ക് അറിയുന്ന ഒരു പ്രോബ്ലം ആണ്. പക്ഷെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ 49 ആണ്. 66 49 17 kg ആണ് ഞാൻ 6 month കൊണ്ട് വെയിറ്റ് ലോസ് ചെയ്തത്. എന്നിട്ട് ഞാൻ 49ലേക്ക് എത്തിയപ്പോൾ എനിക്ക് അതെൻ്റെ അണ്ടർ വെയിറ്റ് ആണ്. ഞാൻ 155 ആണ് ഞാൻ ഹൈറ്റ് ഉള്ളത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ 49 kg എന്ന് പറയുന്നത് എൻ്റെ അണ്ടർ വെയിറ്റ് ആയതുകൊണ്ട് ഞാൻ പിന്നെ അത് കൂട്ടിയിട്ട് 55 എത്തിയതാണ്. അത് കഴിഞ്ഞ് പിന്നെ 50 അത് ഞാൻ ഓൾറെഡി വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അതിനുശേഷം 55 ആയതിനു ശേഷം ഞാൻ പിന്നെ അവിടുന്ന് വെയിറ്റ് കൂടിയിട്ടേയില്ല. ഞാനിപ്പോൾ കുറച്ച് വർഷങ്ങളായി ഞാൻ വെയിറ്റ് ലോസ് ചെയ്തിട്ട്. പക്ഷെ അതിനുശേഷം ഞാൻ ഇതുവരെ വെയിറ്റ് കൂടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് കള്ളാവും. കാരണം 1-2 കിലോ ഒരു 3 കിലോ വരെയൊക്കെ കൂടിയിട്ടുണ്ട്. ഇടയ്ക്ക് എന്തെങ്കിലും ഫങ്ഷൻസ് കാരണം ഫുഡിൻ്റെ അങ്ങനത്തെ എന്തെങ്കിലും കാരണങ്ങളൊക്കെ കൊണ്ട് കൂടിയിട്ടുണ്ടാവണം. പക്ഷെ ഞാൻ അത് റിവേഴ്സ് ചെയ്തിട്ട് എൻ്റെ ഐഡിയൽ വെയിറ്റ് 55ലേക്കാണ് ഞാൻ വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ 55 ഞാൻ കുറച്ച് വർഷങ്ങളായി ഞാൻ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് അതിനെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഒരു സ്കൂളിൽ പോയിട്ട് നമ്മൾ ഡയറക്റ്റ് നമ്മൾ 10ാം ക്ലാസ്സിലേക്ക് വരുമല്ലോ. നമ്മൾ 1-2 പഠിച്ചത് തറ പറയൊക്കെ നമ്മൾ പഠിച്ചതും നമ്മൾ 1+1 എന്നൊക്കെ ഉള്ളത് നമ്മൾ കൂട്ടി അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ഇതിലേക്ക് വരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ തുടക്കത്തിൽ എന്ത് ചെയ്യുന്നുണ്ടോ അത് നമ്മുടെ പിന്നത്തെ കാലത്തും നമ്മളെ എഫക്റ്റ് ആവും. നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന രീതി, വെയിറ്റ് ലോസ് ചെയ്യുന്ന ആ ഒരു ഫോർമാറ്റ്, നമ്മളിപ്പോൾ ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് ചെയ്തത്. അത് തന്നെ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളാണ് അതിനെക്കുറിച്ച് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ എന്ത് ഫാസ്റ്റിംഗ് തിരഞ്ഞെടുക്കുന്നോ അത് ഹെൽത്തി ആയ ഫാസ്റ്റിംഗ് ആണോ എന്നൊക്കെയുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. അതുപോലെ അതിൻ്റെ കൂടെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുക തന്നെ വേണം. അല്ലെങ്കിൽ നമുക്ക് പിന്നെ പെട്ടെന്ന് വെയിറ്റ് ലോസ് ചെയ്യാനും പാടില്ല. കുറച്ച് ടൈം എടുത്തിട്ട് വേണം വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് 6 month കൊണ്ട് ഞാൻ വെയിറ്റ് ലോസ് ചെയ്തിട്ട് വരെ എനിക്ക് അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയ grade 1 ഫാറ്റി ലിവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6 month കൊണ്ട് കുറച്ചിട്ട് അങ്ങനെയാണെങ്കിൽ അപ്പോൾ അതിന് നേരത്തെ കുറയ്ക്കുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ ബോഡിക്ക് ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റ് എന്താണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അപ്പോൾ അത്രയും പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്. അപ്പം നമ്മൾ ആ പ്രോപ്പറായിട്ട് ഈ കാര്യങ്ങളൊക്കെ റൂട്ടീൻ ഫോളോ ചെയ്ത് നമ്മളൊരു 6 month അല്ല 1 year നമ്മൾ ഇതിന് വേണ്ടി വെയിറ്റ് ലോസിന് വേണ്ടി നമ്മൾ റെഡി ആയിരിക്കും. അല്ലാതെ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ നമുക്ക് കുറച്ച് കളയാമെന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ ഇത് കുറച്ച് മാസങ്ങളെടുക്കും, അല്ലെങ്കിൽ കുറച്ച് വലിയ അച്ചീവ്മെൻ്റ് വേണം. അതായത് ഒരു 20 കിലോ അത്രയൊക്കെ നമുക്ക് കുറയ്ക്കണം എന്നെങ്കിൽ നമ്മളൊരു 6 മാസത്തിൻ്റെ മുകളിൽ ടൈം വേണം എന്ന് നമ്മൾ മനസ്സിൽ സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് നമ്മൾ ഗ്രാജുവലി നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ തിരഞ്ഞെടുത്ത ഹെൽത്തി ആയിട്ടുള്ള ഫാസ്റ്റിംഗ് മെത്തേഡ് എടുത്ത് അതുപോലെ കഴിക്കേണ്ട ഫുഡുകൾ എല്ലാം ചേർന്നിട്ട് ഫൈബർ, പ്രോട്ടീന്, ഫാറ്റ് എല്ലാം ചേർന്നിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് എല്ലാം ചേർന്നിട്ടുള്ള ഫുഡുകൾ കറക്റ്റായി എടുത്തിട്ട് നമ്മൾ എക്സസൈസും ചെയ്ത് നമ്മൾ ഫ്ലോയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ടൈം എത്തുമ്പോഴത്തേക്ക് നമ്മൾ ആ വെയിറ്റിലെത്തി, നമ്മുടെ BMI ഉദ്ദേശിക്കുന്ന നമ്മുടെ ഐഡിയൽ വെയിറ്റിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞാലാണ് ഇനി നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ ഈ പ്രോപ്പറിൽ വന്നിട്ടുള്ളതാണെങ്കിൽ നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് അങ്ങ് ചാടി കയറി പൊങ്ങില്ല. കാരണം നമ്മുടെ ബോഡി ഓൾറെഡി ഫാറ്റിനെയൊക്കെ ബേൺ ചെയ്ത് വേണ്ട
സാധനങ്ങൾ മാത്രം എനർജി ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് ഫാറ്റിനെയൊക്കെ ബേൺ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിന്റെ ആ ഒരു പ്രവർത്തന രീതിയൊക്കെ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നതായതുകൊണ്ട് ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ ഫാറ്റും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കുറച്ച് വെയിറ്റും കുറച്ച് ഫാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ, ബോഡിക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡുകളാണ് നമ്മുടെ ബോഡി വെയിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇനി അങ്ങോട്ട് കഴിക്കുന്ന ഫുഡുകൾ ഞാനിപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ 6 മന്ത് ഇത് ചെയ്തു. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ 3 മണി വരെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഞാൻ നിർത്തി എന്നല്ല പറയുന്നത്, പക്ഷേ ഈ 3 മണി വരെ ഉള്ള ഫുഡ് കഴിക്കൽ ഞാൻ നിർത്തി. പിന്നെ ഒരു 6 മണി വരെ ഫുഡ് കഴിക്കും. അതും ഞാൻ ഇതുപോലെ തന്നെ 2 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് കുറച്ച് ഫുഡ് കഴിച്ച് 6 മണിയാകുമ്പോഴത്തേക്ക് ഫുഡ് കഴിച്ച് നിർത്തുന്ന രീതിയാണ് ഞാൻ തുടർന്നത്. അപ്പം ഞാൻ ശ്രദ്ധിച്ച മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എല്ലാം ബാലൻസ്ഡ് ആയിട്ടുള്ള ഫൈബർ, പ്രോട്ടീൻ, അതുപോലെ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് എല്ലാം മിക്സ് ആയിട്ടുള്ള ബാലൻസ്ഡ് ആയ മീലാണോ ഞാൻ കഴിക്കുന്നതെന്ന് ഞാൻ ഉറപ്പ് വരുത്തുമായിരുന്നു. അതുപോലെ ലേറ്റായിട്ട് നമ്മൾ ഫുഡ് കഴിച്ചാൽ അതിന് ഡൈജസ്റ്റ് ആവാൻ സമയമെടുക്കും. ആ ഡൈജസ്റ്റ് ആവാനുള്ള സമയം നമ്മൾ ആ ഉറക്കത്തിലാണെങ്കിൽ അത് കൃത്യമായി ഡൈജസ്റ്റ് ആവില്ല. അതൊന്നും പിന്നെ ഫാറ്റായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് സ്റ്റോർ ആവുകയാണ് ചെയ്യുന്നത്. അതാണ് ലേറ്റായിട്ട് ഫുഡ് കഴിക്കരുത് എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്തിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ എത്രയും നേരത്തെ ഫുഡ് കഴിച്ച് ചെയ്യാൻ, ഒരു 6 മണിക്കുള്ളിൽ ഫുഡ് കഴിച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, കൂടെ 7 മണി അതിൻ്റെ ഉള്ളിൽ കഴിച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കഴിച്ച് കഴിഞ്ഞ് നിർത്തണം അന്നത്തെ ഫുഡ്. അതിനുശേഷം നമുക്ക് വെള്ളം കുടിക്കാം. അല്ലാതെ നമ്മൾ ഫുഡ് അതിനുശേഷം കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും നമ്മളെ ബോഡിയിലേക്ക് ഫാറ്റ് ഇങ്ങനെ സ്റ്റോർ ആകുന്ന സിറ്റുവേഷനാണ് വരിക. അപ്പോൾ അത് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ നമ്മൾ എക്സസൈസ് നമ്മൾ ഫുഡ് ഇങ്ങനെ ആയാലും നമ്മൾ എക്സസൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എക്സസൈസ് അല്ല നമ്മുടെ വെയിറ്റ് ലോസിന് മെയിൻ ആയിട്ടുള്ള ഇത് കൊടുക്കുന്നത് ഡയറ്റാണ്. ഒരു 70 to 80% ഡയറ്റാണ്. ബാക്കി 20 to 30% മാത്രമേ നമ്മുടെ എക്സസൈസ്, വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അത് ഏത് തരത്തിലുള്ള ഇതാണെങ്കിലും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡയറ്റാണ് ശ്രദ്ധിക്കേണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ അതുപോലെ തന്നെ എക്സസൈസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. കാരണം എക്സസൈസും ഇതുപോലെ വർക്കൗട്ട് എന്താണെങ്കിലും നമ്മൾ ചെയ്യുന്നതിനെ കൊണ്ട് ഒരു തെറ്റുള്ള കാര്യമല്ല. കാരണം കുഞ്ഞുങ്ങൾ മുതൽ അത് പാലിച്ച് വരേണ്ട, കുഞ്ഞുങ്ങൾ മുതൽ നമ്മൾ അങ്ങനെ എക്സസൈസ് ചെയ്തിട്ടും നമ്മൾ ആ ഒരു ജീവിതത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടി നമ്മൾ ഫുഡ് കഴിക്കുന്നത് പോലെ നമ്മൾ ഡേ എന്തെങ്കിലും റൂട്ടീൻ ചെയ്യുന്നത് പോലെ ചെയ്ത് പോവേണ്ട ഒരു കാര്യമാണ് വർക്കൗട്ടും കാര്യങ്ങളും എന്ന് പറയുന്നത്. അതിപ്പോൾ നമുക്ക് എപ്പോഴും ജിമ്മിൽ പോകാനോ ഒന്നും പറ്റിയില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ ഫസ്റ്റ് വെയിറ്റ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ 1 കിലോയുടെ മറ്റേ ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ട് അതിനെ കൊണ്ടൊക്കെ വർക്കൗട്ടൊക്കെ ചെയ്യായിരുന്നു. അന്നേരം എനിക്ക് ജിമ്മിൽ പോകാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. അതിന് അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. അങ്ങനെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഉള്ള അതിന് ആപ്പുകളും ഒക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ആപ്പുകളുണ്ട്. അതുപോലെ യൂട്യൂബിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക തന്നെ വേണം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, പിന്നെ ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 55 ആയപ്പോഴാണ് എനിക്ക് ഞാൻ ഈ വെയിറ്റ് ആയിരുന്നു. പക്ഷെ എനിക്കൊന്ന് ഫിറ്റ് ആവണം ബോഡി. കാരണം ഞാൻ ഓൾറെഡി ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്ത സമയത്ത് ഞാൻ കാർഡിയോ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. വീട്ടിൽ നിന്ന് തന്നെയുള്ള ആപ്പുകളും യൂട്യൂബൊക്കെ നോക്കിയിട്ടുള്ള കാർഡിയോ എക്സസൈസുകൾ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. സ്ട്രെങ്ത് ട്രെയിനിങ് ഉള്ള വെയിറ്റ് എടുത്തിട്ടുള്ള ഇതൊന്നും ചെയ്തിട്ടില്ല. കാരണം എനിക്ക് ജിമ്മിൽ പോകാനുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും അപ്പോഴേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെ കാർഡിയോ മാത്രം ചെയ്ത് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായ പ്രോബ്ലംസ് നമുക്ക് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഇത് ജിമ്മിൽ പറ്റുന്നവരാണെങ്കിൽ ജിമ്മിൽ ജോയിൻ ചെയ്യണം. അവിടെ കാർഡിയോ, അവിടെ ട്രെയിനേഴ്സ് പറഞ്ഞു തരുന്ന പോലെ നമ്മുടെ എന്താണ് അച്ചീവ്മെന്റ്, നമുക്ക് എന്ത് വേണം, നമ്മുടെ ഗോൾ എന്താണെന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനനുസരിച്ച് കാർഡിയോ ആണെങ്കിലും സ്ട്രെങ്ത് ട്രെയിനിങ് ആണെങ്കിലും പറഞ്ഞു തരും. അതിനനുസരിച്ച് ചെയ്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ജിമ്മിലൊന്നും പോകാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഡംബൽസും കാര്യങ്ങളൊക്കെ വീട്ടിൽ വാങ്ങിച്ചിട്ട് ചെയ്യാൻ പറ്റണം, അങ്ങനെ ചെയ്യുക. അല്ല ഇതെല്ലാം പോട്ടെ കാർഡിയോ മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നാണെങ്കിൽ അതെങ്കിലും നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഞാൻ അതിന് ശേഷം എനിക്കൊരു 55 ആയി. ഞാൻ ആ വെയിറ്റിൽ ഇങ്ങനെ നിൽക്കുവാണ്. അതെൻ്റെ BMI ലെവൽ കറക്റ്റ് വെയിറ്റ് ആണ്.
ഓക്കെ, എൻ്റെ ഏജിലുള്ള ആൾക്കൊക്കെ ഒരു 55 ഒക്കെ വേണം എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത് എനിക്ക് ഞാൻ വെയിറ്റ് ഒന്നും എടുക്കുന്നില്ല. നമ്മുടെ ഏജ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ 1% മസിൽ ലോസ് വരുവാന്നാണ് പറയുന്നത്. അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ഏജ് കൂടുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് സ്ട്രെങ്ത് ട്രെയിനിങ് ഒക്കെ ചെയ്യണം എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അതിന് ശേഷമാണ് ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തത്. ജിമ്മിൽ ജോയിൻ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഒന്നുമല്ല, വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ട് ഒന്നുമല്ല. ഞാൻ ഫിറ്റ് ആവണം, എനിക്ക് ബോഡി ഫിറ്റ് ആവണം, എനിക്ക് സ്ട്രെങ്ത് ഉണ്ടാവണം, എനിക്ക് ഒരു പവർ ഉണ്ടാവണം, ഒരു സാധനം എടുക്കാൻ ഒരു പവർ ഉണ്ടാവണം, നമുക്ക് നടക്കാൻ, സ്റ്റെപ്പ് ഇറങ്ങാൻ, ഇപ്പൊ ഇങ്ങനെ കുഞ്ഞിരുന്നിട്ട് ഇങ്ങനെ നിവരാൻ, അങ്ങനെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ആ ബോഡി അങ്ങ് ഫ്ലെക്സിബിൾ ആയിരിക്കണം അതിനോടൊക്കെ. അല്ലാതെ ഒന്ന് നമ്മൾ നടന്നു എന്ന് വെച്ചോ, ഒന്ന് കുഞ്ഞെന്ന് വെച്ചോ, ഒന്ന് ഓടിയെന്ന് വെച്ചോ ഒന്നും നമ്മുടെ ബോഡിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവുന്ന രീതിയിലേക്ക് ആവരുത്. അതിനു വേണ്ടിയാണ് ഞാൻ ജിമ്മിൽ പോകാൻ വേണ്ടി നിന്നത്. ജിമ്മിൽ പോയതിന് ശേഷം കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട് എനിക്ക് സ്ട്രെങ്ത്തിൽ. ഞാൻ ഷോർട്ട് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഭയങ്കര സ്ട്രെങ്ത്തിലായാലും കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഭയങ്കര ചേഞ്ചസ് ഒന്നും അല്ല ഞാൻ പറയുന്നത്, എനിക്ക് തന്നെ മനസ്സിലാവുന്ന കുറച്ച് കുറച്ച് ചെറിയ ചെറിയ ചേഞ്ചുകൾ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ജിമ്മിൽ പോകുന്നത്. അപ്പം എന്നോട് ട്രെയിനർ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ എനിക്കൊരു 50 ഒക്കെ ആക്കണം, അത് കുഴപ്പമില്ലല്ലോ എന്നുള്ള രീതി പറഞ്ഞു. അപ്പം അവർ പറഞ്ഞത് എന്നോട് 50 ഒക്കെ അണ്ടർ വെയിറ്റ് ആയി പോകും, അത്രയും കുറയ്ക്കണ്ട, ഇപ്പൊ നമുക്ക് ഇപ്പോൾ ഉള്ള ഇത് തന്നെ നമുക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് ഫിറ്റ് ആക്കി എടുക്കാം. ഫിറ്റ് ആക്കി എടുത്താൽ തന്നെ കുറച്ച് വെയിറ്റ് ലോസ് ഉണ്ടാവും. അപ്പൊ ബോഡി ഫിറ്റ് ആകും, വെയിറ്റ് ലോസും ഒന്നിച്ച് തന്നെ നടന്നോളും എന്നുള്ള രീതിയിലാണ് എന്നോട് ട്രെയിനർ പറഞ്ഞത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പൊ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ വെയിറ്റ് ലോസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 3rd പാർട്ട് വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ ഇത് ഫസ്റ്റ് പാർട്ട് ഒന്ന് കണ്ടു നോക്കണം, എങ്കിൽ നിങ്ങൾക്ക് ഇത് കൂടുതലായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഫിറ്റ്നസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ല വെയിറ്റ് ലോസ്, വെയിറ്റ് ഗെയിൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയാനുള്ളത് എന്നൊക്കെയുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇൻട്രസ്റ്റ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് അനുസരിച്ചിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ. ഓക്കെ, ബൈ.